ഞാനിപ്പോൾ ഇവിടെ ബോയ്സിൻ്റെ ഷർട്ട് കട്ട് ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഷർട്ട് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പോർഷൻ മിസ്സായി പോയാൽ നമുക്കൊട്ടും മനസ്സിലാവത്തില്ല. അപ്പം ഞാനിപ്പോൾ ഇതൊരു 2 ഫോൾഡിങ്ങിലാണ് മടക്കി വെച്ചിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനാണ് ആദ്യം നമ്മൾ അടയാളപ്പെടുത്തി മെഷർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുപോലെ 2 ഫോൾഡിങ് ചെയ്തതിന് ശേഷം 1/2 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. കരഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ആ 1/2 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ളൊരു പോർഷനിൽ ഞാൻ 2 ഇഞ്ചും കൂടെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ടറ്റത്തും മാർക്ക് ചെയ്ത് അത് രണ്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ പോർഷനാണ് ബട്ടൺസിൻ്റെ പോർഷൻ വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ താഴ്ഭാഗത്തും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ചിലെടുത്ത് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം വരച്ച ആ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ള പോർഷനാണ്. നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കാണുമ്പോൾ മനസ്സിലാകും. അത് കഴിഞ്ഞിട്ടുള്ള 1/2 ഇഞ്ച് നമുക്ക് താഴ്ഭാഗത്ത് ഷർട്ടിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർഷനാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവിടെയും ഒരു 1/2 ഇഞ്ച് വിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് നീളമാണ് ആദ്യം തന്നെ അളക്കാനുള്ളത്. നമുക്ക് ആവശ്യമുള്ള നീളം എത്രയാണോ ആ ഒരു നീളമാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ താഴ്ഭാഗത്തിൽ നിന്ന് മുകളിലോട്ടാണ് മെഷർ ചെയ്യുന്നത്. എനിക്കിവിടെ നീളം വേണ്ടത് 16 ഇഞ്ചാണ് വേണ്ടത്. 4 വയസ്സ് അധികം നീളമില്ലാത്ത കുട്ടിയായതുകൊണ്ട് തന്നെ 16 ഇഞ്ച് ധാരാളമാണ് അവന്. അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് അധികം നീളവും തടിയില്ലാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു അളവ് എടുക്കാവുന്നതാണ് 4 വയസ്സുള്ള കുട്ടികൾക്ക്. അപ്പോൾ ഞാനിവിടെ 16 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഞാൻ അവിടെയും കൂടെ ഒന്ന് ഈ അടയാളപ്പെടുത്തിയ ഭാഗത്തൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ടുള്ള അളവ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് 5 വയസ്സുള്ള മോനാണ്. എൻ്റെ മോന് 5 വയസ്സായിട്ടുണ്ട്. പക്ഷെ അവന് 4 വയസ്സിനുള്ള നീളവും തടിയും മാത്രമേ അവനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെഷർമെൻറ്റ് ചൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് റഗാൽ ലൂസാണ് അടയാളപ്പെടുത്താനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെഷർ ചെയ്ത് കിട്ടിയ അളവെന്ന് പറയുന്നത് 5.5 1/2 ഇഞ്ച് കുറച്ചിട്ട് 5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഞാനൊരു മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈന് വരച്ചെടുക്കുന്നുണ്ട്. റഗാൽ ലൂസ് എപ്പോഴും കണക്കാക്കുന്ന സമയത്ത് നമ്മൾ 1/2 ഇഞ്ച് കുറച്ച് വേണം. ഏത് ആളുകൾക്കാണെങ്കിലും 1/2 ഇഞ്ച് കുറച്ച് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ഞാനിവിടെ 5.5 കിട്ടിയത് 5 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയൊരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളറിൻ്റെ ഷേപ്പ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. 1.5 ഇഞ്ചാണ് കിഡ്സിൻ്റെ ഒരുവിധം എല്ലാ ഷർട്ടിനും 1.5 ഇഞ്ച് തന്നെയാണ് വരുന്നത്. അത് കറക്റ്റ് അളവ് തന്നെ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ബോഡിയിൽ എത്ര അളവിൽ വ്യത്യാസം വന്നാലും കോളർ ഷേപ്പും നെക്കും എല്ലാം ഷോൾഡറും എല്ലാം ഒരുപോലെ ആയിരിക്കും കിഡ്സിന് വരുന്നത്. അപ്പോൾ ഒരു 4 വയസ്സുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച്, 5 വയസ്സുള്ള കുട്ടികൾക്കും 1.5 ഇഞ്ച് മതിയാകും. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയൊരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡറാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 11 ഇഞ്ചിൽ എൻ്റെ നേർ പകുതി 5.5 ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. ഷോൾഡർ 5.5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വരച്ച് ഷേപ്പ് വരച്ചു കൊടുത്തല്ലോ, ആ ഒരു ലൈനിലാണ് നമ്മൾ 5.5 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. ഇനി കോളറിൻ്റെ ഷേപ്പും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിന് 1.25 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരുവിധം എല്ലാ ആളുകൾക്കും എല്ലാ കുട്ടികൾക്കും 1.25 ഇഞ്ച് തന്നെയാണ് കിഡ്സിൻ്റെ ഷർട്ടിന് വരുന്ന കോളറിൻ്റെ അളവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ അടയാളപ്പെടുത്തി ഒരു കേവ് പോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഷോൾഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് 5.5 അപ്പോൾ നമ്മൾ റഗാൽ ലൂസിൻ്റെ അവിടെ 5.5 എന്നുള്ളത് 1/2 ഇഞ്ച് കുറച്ചിട്ട് റഗാൽ ലൂസ് നമ്മൾ നേരത്തെ വരച്ച ലൈനിൽ 1/2 ഇഞ്ച് കുറച്ച് 5 ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ 2 പോയിൻറ്റും അല്പം ഒന്ന് ചരിച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈന് വരച്ചു കൊടുക്കാം.
ഇനി ചെസ്റ്റിൻ്റെ അളവാണ്. ചെസ്റ്റിൻ്റെ അളവ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച്, കറക്റ്റ് 6.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷർട്ടിൻ്റെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. 8 ഇഞ്ച് ഞാനിവിടെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ അടയാളപ്പെടുത്തിയ അളവിലൂടെ തന്നെ അതിൻ്റെ ഷേപ്പും ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഷേപ്പ് ഇവിടെ എടുത്തിട്ടുള്ളത് 6.25 അളവ് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ചുള്ള അളവ് ആളാണ് യൂസ് ചെയ്യാവുന്നതാണ്. പെർഫെക്റ്റ് ആയിട്ടൊരു ഷർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിവിടെ 6.25 അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്നിവിടെ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വരച്ചു കൊടുക്കുന്നില്ല. ബോട്ടം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് ബോട്ടം എടുത്തതിന് ശേഷം ഏറ്റവും താഴെ ലൈനിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ പോയിന്റുകളും നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ കൈക്കുഴിയും ഞാനിവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗത്ത്, അതായത് ബോട്ടം ഭാഗത്ത് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതും നമ്മളൊന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ നേരത്തെ 1/2 ഇഞ്ച് പോയിൻ്റ് ചെയ്ത ആ ഒരു ഭാഗത്തോട്ട് ഒരു കേവ് പോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷർട്ടിൻ്റെ ഫ്രണ്ട് പോർഷന്. ഇനി ഇത് നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷർട്ടിൻ്റെ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബാക്ക് പോർഷന് വേണ്ടിയിട്ട് 1 സൈഡ് ഓപ്പൺ ആവുന്ന രീതിയിൽ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ ഒന്ന് വെച്ച് കൊടുക്കാം. ഫ്രണ്ട് പോർഷന് നമ്മൾ 3/4 ഇഞ്ച്, അതായത് നമ്മൾ ബട്ടൺസ് വെക്കുന്ന ആ ഭാഗം നമ്മൾ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയത് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഭാഗത്താണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ബോട്ടം ഭാഗത്തും ഒരു 3/4 ഇഞ്ച് വീഡിയോയിൽ കണ്ട് നോക്കുക. വീഡിയോ കണ്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. 2 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ 3/4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ബോട്ടം ഭാഗത്തും അതുപോലെ തന്നെ കോളറിൻ്റെ ഭാഗത്തും നമ്മൾ 3/4 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അടയാളപ്പെടുത്തിയ ഈ ഒരു ഭാഗം നമുക്ക് ബാക്ക് പോർഷൻ്റെ ഓപ്പൺ ഇല്ലാത്ത ഈ ഒരു സൈഡിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ, വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഒരു 3/4 ഇഞ്ച് കറക്റ്റ് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് എല്ലാ പോയിൻറ്റും, അതായത് എല്ലാ ഭാഗത്തും നമുക്ക് ഒരേപോലെ 3/4 ഇഞ്ച് അളവില്ലേ എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ ഒരു 3/4 ഇഞ്ചിലൊരു ലൈൻ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്രണ്ട് പോർഷന് ബാക്ക് പോർഷൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കേണ്ടത്. ഈ ഒരു രീതിയിലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതിൽ അളവെടുക്കാനൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ, ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ കോളറിൻ്റെ സൈഡിൽ നിന്ന് നമ്മളൊരു 1 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് മുകളിലോട്ട് 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കോളറിൻ്റെ ഭാഗത്ത് 1 ഇഞ്ചും ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ചും മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കാം. സ്ട്രെയിറ്റ് ലൈന് വരയ്ക്കുമ്പം പകുതി നമ്മുടെ ഫ്രണ്ട് പോർഷനിലും പകുതി ബാക്ക് പോർഷനിലും ആയിട്ടായിരിക്കും ലൈന് വരുന്നത്. അത് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫ്രണ്ട് പോർഷനൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് ആ ലൈനൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്.
പിന്നെ നമ്മൾ ഈ ഒരു ലൈന് വരച്ച ഭാഗമുണ്ടല്ലോ, ഈ ഒരു ലൈന് വരച്ച ഭാഗത്ത് 6.25 ഇഞ്ചിലൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഈ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് താഴെ ഷോൾഡറിലോട്ട് നമ്മൾ ഒരു ലൈനും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലൈന് വരച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ കൈ നിങ്ങൾക്ക് കുഴിച്ച് ഷേപ്പാക്കി വെട്ടണം എന്നുള്ളവർ മാത്രം ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു നമ്മൾ മുകളിൽ വരച്ച ആ ലൈന്, ഷോൾഡറിൻ്റെ ആ ഒരു ലൈന് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ഈ ഒരു ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണോ നിൽക്കുന്നത് ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ അതേപോലെ തന്നെ നമ്മൾ സ്കെച്ച് ചെയ്ത് വരച്ച് കൊടുത്ത് കട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒക്കെ ചെയ്യാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ബാക്ക് പോർഷന് ജസ്റ്റ് ഒന്ന് കുഴിച്ച് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഓവറായിട്ട് കുഴിച്ച് കൊടുക്കുന്നില്ല. വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ആ ഒരു ലൈനിനനുസരിച്ചുള്ള കുഴിച്ച് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നില്ല. അതിലാറ് ഒന്നും കൂടെ ഉള്ളിലോട്ട് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ച് കൊടുത്ത് കർവൊക്കെ വരച്ച് കൊടുത്ത് ബാക്കി നമ്മൾ ബാക്ക് പോർഷൻ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ സ്കെച്ച് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്ലീവാണ് ചെയ്യാനുള്ളത്. സ്ലീവ് നമ്മൾ സാധാരണ നോർമൽ സ്ലീവ് എല്ലാ ഡ്രസ്സിലും നമ്മൾ ഏത് രീതിയിലാണോ ചെയ്യുന്നത് ആ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഷർട്ടിനും ചെയ്യുന്നത്. അപ്പോൾ റഗാൽ ലൂസ് ഞാനിവിടെ 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ലെങ്ത് എത്രയാണോ ആ ഒരു ലെങ്ത്താണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 8 ഇഞ്ചാണ് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇതൊരു 3/4 മോഡലാണ് ചെയ്യുന്നത്. ഞാൻ അവൻ്റെ ഒരു ഷർട്ട് കണ്ടിട്ട് ആ ഒരു രീതിയിൽ കൺവേർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഹാഫ് സ്ലീവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം, ഫുൾ സ്ലീവ് ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് അടയാളപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ലെങ്ത്ത് ഒരു 8 ഇഞ്ചും അതേപോലെ എക്സ്ട്രാ ഒരു 4 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള റൗണ്ട് എത്രയാണോ ആ ഒരു റൗണ്ട് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ഫസ്റ്റ് ഞാൻ ഒരു റൗണ്ട് എന്ന് പറയുന്നത് ഒരു 6.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റൗണ്ട് എടുക്കുന്നത് 3/4 റൗണ്ട് എടുക്കുന്നത് ഒരു 4.5 ഇഞ്ചിലാണ് എടുക്കുന്നത്. ഇനി നമുക്കത് നമുക്ക് സാധാരണ സ്ലീവൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഷേപ്പ് ചെയ്ത് കുഴിച്ച് ഷേപ്പ് ചെയ്തൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള റൗണ്ട് എടുക്കാം. ഞാൻ കറക്റ്റ് ഒരു അളവ് സ്ലീവിൻ്റെ കാര്യത്തിൽ പറയുന്നില്ല, കാരണം ഞാൻ അവൻ്റെ ഒരു ഷർട്ട് വെച്ചിട്ടുള്ളൊരു മോഡലാണ് ചെയ്യുന്നത്. ഒരു 3/4 മോഡൽ പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കറക്റ്റ് അളവ് ഇവിടെ മെഷർ ചെയ്യാത്തത്. ഇനി എല്ലാ പോയിൻറ്റുകളൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുത്ത് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ആവശ്യമുള്ള സ്ലീവിൻ്റെ കാര്യത്തിൽ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തും വിഡ്ത്തും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 3/4 മോഡൽ ആയതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അളവുകൾ പറയാത്തത്. അപ്പോൾ സ്ലീവ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഷർട്ടിൻ്റെ കോളർ, ബാക്ക് കോളറാണ് കട്ട് ചെയ്ത് മാറ്റാനുള്ളത്. അപ്പോൾ നമുക്ക് ബാക്ക് കോളർ നമുക്ക് എങ്ങനെയാണ് വരച്ച് കട്ട് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. വേണ്ടത് നമ്മൾ ഷോൾഡർ വന്നിട്ട് 5.5 ഷോൾഡർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ 5.5 ഒരു പോയിൻറ്റും അധികം എടുത്തിട്ട് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് നമ്മൾ 2.25 ഇഞ്ച് ഇവിടെ ഇതാ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ആ ഭാഗത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് 4.25 വേണ്ടത്. 4.25 എന്ന് പറയുമ്പോൾ 4.25 ഇതവിടെ ഇങ്ങനെ 4.25 ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളറാണ്. ബാക്കത്തെ കോളറിൻ്റെ വിഡ്ത്ത് വരുന്നത് 2 ഇഞ്ചാണ്. നമ്മൾ നേരത്തെ 1.5 ഇഞ്ചാണ് വിഡ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ 2 ഇഞ്ചാണ് എടുക്കേണ്ടത്. 2 ഇഞ്ചും വൈഡ് എടുക്കുന്നത് 1.25 ഇഞ്ചാണ് വൈഡ് എടുക്കുന്നത് കേട്ടോ. 1.25 അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ
വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു കേവ് വരച്ചു കൊടുക്കാം. അഞ്ചരയിൽ 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കുക. അപ്പം 6 ആകും. 6 നമ്മളിവിടെ എടുക്കാം. ഇവിടെ നമുക്കിത് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ കിട്ടും. ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തതിന് ശേഷം ഇത് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷർട്ടിൻ്റെ കട്ടിങ് സെക്ഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ കരുതുന്ന പോലെ ഒരുപാട് ടഫൊന്നുമില്ല. നിങ്ങൾ ഫസ്റ്റ് ടൈം ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.